പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നു. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതിക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടി. ക്ഷേത്ര പരിസരത്ത് RSS ശാഖ പ്രവർത്തനം നടത്താൻ ക്ഷേത്രോപദേശക സമിതി സഹായിച്ചതായി ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട്. ക്ഷേത്രഗോപുരത്തിൽ കാവിക്കുടി കെട്ടിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഉത്സവം നടത്തിപ്പിലേക്ക് മാത്രമായി അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കാനും ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഈ RSS ശാഖ നടത്താൻ അനുവാദം കൊടുത്തത് ക്ഷേത്രോപദേശക സമിതിയാണ് എന്ന് കണ്ടെത്തിയാണോ ഇപ്പോൾ ഈ നടപടി? ഗുഡ് മോർണിംഗ് പ്രവീൺ. ഗുഡ് മോർണിംഗ് അരുൺ. ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ BJPയുടെ പ്രാദേശിക നേതൃത്വവും ഒപ്പം തന്നെ CPMന്റെ പ്രാദേശിക നേതൃത്വങ്ങളും തമ്മിൽ തർക്കങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ഇതിനെതിരെ. അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുകയാണ്. ഈ സമയത്താണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ക്ഷേത്രോപദേശക സമിതി ഈ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ, ക്ഷേത്ര പരിസരത്ത് RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നതിനും ഒപ്പം തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് RSSന്റെ കൊടി ഉയർത്തുന്നതിനും അവിടെ നാട്ടുന്നതിനും സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടിട്ടുള്ളത്. അതേസമയം ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള നടത്തിപ്പ് കാര്യങ്ങൾ, അതിന്റെ തുടർ നടപടികൾക്കായി ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കാമെന്നും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അരുൺ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതി ക്ഷേത്ര പരിസരത്ത് ശാഖ തുടങ്ങുന്നതിനുള്ള അനുവാദം നൽകിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.